ഓരോ ടാങ്കിനും കോടികൾ വിലമതിക്കുന്ന ഈ ടാങ്കുകളുടെ തകർച്ച നാറ്റോ ചേരിക്ക് വലിയ പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതോടെ അമേരിക്കയിൽ നിന്നും യുക്രൈനിൽ ലഭിച്ച 31 ടാങ്കുകളിൽ 5 മാത്രമേ നിലവിൽ യുക്രൈനിന്റെ കൈവശമുള്ളൂ. 2023 ജനുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് അമേരിക്കയുടെ അഭിമാനമായ 31M1 അബ്രാംസ് ടാങ്ക് യുക്രൈനിന് കൈമാറാൻ തീരുമാനിച്ചിരുന്നത്. അമേരിക്കയുടെ പ്രധാന യുദ്ധ ടാങ്കായ അബ്രാംസ് 1980-ലാണ് നിർമ്മാണം ആരംഭിച്ചത്. 2020-ൽ നവീകരിച്ച അബ്രാംസ് M1A2 സ്റ്റെപ്പ് V3 ടാങ്കുകൾ അമേരിക്കൻ സൈന്യത്തിന് കൈമാറിയതോടെ യുദ്ധത്തിലെ മുന്നണി പോരാളിയായാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. ഈ മുന്നണി പോരാളിയെയാണ് റഷ്യൻ സൈന്യം യുക്രൈൻ മണ്ണിൽ ഇപ്പോൾ തവിട് പൊടിയാക്കിയിരിക്കുന്നത്. ജപ്പാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിലെ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത്. ഈ സംഭവ വികാസങ്ങളെല്ലാം ചേർന്ന് ലോകം ഒരു പുതിയ സംഘർഷഘട്ടത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്.